അതെ, KHDC ഫിറോസിക്ക. ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ, എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ. നാണമുണ്ടോ തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റ ആയത്? ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. KHDC ഫിറോസും രേണുസുതിയും തമ്മിൽ കഴിഞ്ഞ നാളുകളിലുള്ള ബന്ധം അതെന്തായിരുന്നു? കഴിഞ്ഞതൊന്നും നിങ്ങൾ മറക്കരുത് എന്നുള്ള ഒരു സൂചന, അതെ, ഒരു ഭീഷണിയുടെ സൂചന നൽകിക്കൊണ്ട് ഒരു സ്റ്റോറിയുമായി രേണുസുതി വന്നിട്ടുണ്ട്. അത് കൂടാതെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അയച്ച വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഹ്ലാദത്തോടെയുള്ള ഒരു വീഡിയോയും കൂടി പങ്കുവച്ചിട്ടുണ്ട്. ഞാനിപ്പോ വന്നത് നമ്മുടെ വിവാദപരമായ ബിഷപ്പ് അയച്ച നോട്ടീസ് വാങ്ങിക്കാനാണ്. ഓക്കെ, ഇപ്പോഴാണ് ഇന്ന് എത്രാം തീയതി വെച്ച് ഇന്ന് 24 ഇന്ന് 23-ാം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത്. പക്ഷെ ഇതിന് മുന്നേ തന്നെ ബിഷപ്പ് അയച്ച നോട്ടീസ് കുറെ എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറെ ബ്ലോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത്രേ അടച്ചു തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്നു വായിച്ചിട്ടില്ല. ഇത് കുറെ ബ്ലോഗർമാരെടുത്തിട്ട് അലക്കുന്നുണ്ട്. ഇത് ബിഷപ്പ് അയച്ചു കൊടുത്തതാണോ എന്ന് അറിയത്തില്ല, നേരത്തെ നമുക്കറിയില്ല. എന്തായാലും നോട്ടീസ് കൈപ്പറ്റിരിക്കുകയാണ് ഗൈസ്. ഇനി ആ നോട്ടീസിൽ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് വേണമെങ്കിൽ പറയാം. ബ്ലോഗർമാർക്ക് തന്നെയാണ് കൊടുത്തത്. ബ്ലോഗർമാർക്ക് തന്നെ ബിഷപ്പ് കൊടുത്തായിരിക്കും. എന്നിട്ടാണ് എനിക്ക് അയച്ചെന്ന് തോന്നുന്നത്. കാരണം ഈ സാധനം എനിക്ക് കിട്ടുന്നതിന് മുന്നേ, സുധി ലയത്തിന് കിട്ടുന്നതിന് മുന്നേ തന്നെ കുറെ ബ്ലോഗർമാരിട്ട് അലക്കുന്ന കണ്ട്. എന്തായാലും എനിവേ ഞാനിത് കൈപ്പറ്റിയിരിക്കുകയാണ് ഗൈസ്. എന്റെ മാത്രമാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നത്, കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ എന്തിനാണ് ഇതൊക്കെ കൈപ്പറ്റുന്നത്? എനിക്കാരും വീട് തന്നിട്ടില്ല. അത് സുധിച്ചേട്ടന്റെ മക്കളുടെ അവകാശമല്ലേ, അതിന് ഞാൻ എന്ത് വേണം? എനിക്കല്ലല്ലോ വക്കീൽ നോട്ടീസ് വന്നത്. പിന്നെ ഞാൻ എന്തിനതിനെ ഭയപ്പെടണം? ഞാൻ എന്തിനതിനെ കൈപ്പറ്റണം? ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഇങ്ങനെയൊക്കെയായിരുന്നു രേണു പറഞ്ഞു വെച്ചത്. എന്നാൽ ഇപ്പോൾ അതിന് നേരെ വിപരീതമായി വന്നു പറയുന്നു, വക്കീൽ നോട്ടീസ് വന്നു, ഞാനത് കൈപ്പറ്റി. ബിഷപ്പ് ഈ വക്കീൽ നോട്ടീസ് എനിക്ക് അയക്കുന്നതിന് മുൻപ് തന്നെ എനിക്കെതിരായി നിൽക്കുന്ന പല യൂട്യൂബ് ചാനലുകൾക്കും ഇത് അയച്ചു കൊടുത്തിരുന്നു, അവരിത് പുറത്തുവിട്ടിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില പരിഹാസ വാക്കുകൾ കൂടി അതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. രേണുസുതിയുടെ ലീലാവിലാസങ്ങളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ചിരിക്കാതിരിക്കുവാൻ കഴിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ക്ലിപ്പുകളൊക്കെ തൊട്ടപ്പുറത്തിരുന്ന് കാണുന്ന ഫാദർ നോബൽ ഫിലിപ്പ്, അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി എന്തൊക്കെ ചിന്തകളായിരിക്കും കടന്നു പോവുക? എങ്ങാണ്ട് വഴിയെ പോയൊരു വയ്യാവേലി എടുത്ത് വേണ്ടാത്തെടുത്ത് വെച്ചതിന്റെ ഫലമാണല്ലോ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നായിരിക്കില്ലേ? അതെ, 100% അതേ ചിന്ത തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുക. രേണുസുതിയുടെ വീഡിയോയുടെ കീഴിൽ വന്നിട്ട് ധാരാളം ആൾക്കാർ സപ്പോർട്ടീവായിട്ട് കമന്റ് ചെയ്യാറുണ്ട്. ആ സ്ഥലവും വീടും കൂടി അതങ്ങ് തിരിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഇറങ്ങിപ്പോ ചേച്ചി എന്നൊക്കെയാണ് ചില അഭ്യുദയകാംക്ഷികളുടെ അഭിപ്രായം. അത്തരം വാക്കുകൾക്ക് വളരെ വ്യക്തമായി തന്നെ രേണുസുതി നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ, ഞാൻ എന്തിനിറങ്ങി കൊടുക്കണം? എനിക്കല്ലല്ലോ വീടും സ്ഥലവും ഒന്നും തന്നത്, സുധിച്ചേട്ടന്റെ മക്കൾക്കല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനിറങ്ങി കൊടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ, വളരെ ബുദ്ധിപരമായി തന്നെയാണ് രേണു ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ പലരും വന്ന് പലതും പറയും. ഒരച്ചു തരാൻ പല ആൾക്കാരും ഉണ്ടാവും, കുടിക്കാൻ ഞാൻ മാത്രമേ കാണൂ എന്നുള്ള ചിന്ത ഈ വിഷയത്തിൽ രേണുസുതിയുടെ ഉള്ളിലുണ്ട്. അഭ്യുദയകാംക്ഷികൾ എന്ന് പറയുന്നവരിടുന്ന കമന്റ് അത് കണ്ടിട്ട് ചാടിത്തുള്ളി വീടും പറമ്പും കൂടി തിരികെ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വൻ നഷ്ടമായിരിക്കും. അത് രേണുസുതിക്ക് നന്നായിട്ട് അറിയാം. കാരണം കയ്യിൽ കിട്ടിയത് വെറും നക്കാപ്പിച്ചയല്ല. പറയുന്നവർക്ക് പലതും പറയാം, പക്ഷെ കൈവിട്ട് കളഞ്ഞാൽ ഈ ജന്മത്തിൽ ഇതുപോലെ ഒന്ന് ഒരു പക്ഷെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാനിത് ഇത്രയും ആധികാരികമായി പറയുവാൻ ഒരു കാരണം കൂടിയുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം എന്നോട് കുറേ തർക്കിച്ചു. രേണുസുതിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. ആ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, കാശിന് കൊള്ളാവുന്ന സ്ഥലമല്ല, ഒരു മനുഷ്യനും അത് വാങ്ങില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ 4 ലക്ഷവും 3 ലക്ഷവും ഒന്നും ആ സ്ഥലത്തിൽ ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ 4 ലക്ഷമൊക്കെ അങ്ങ് വിട്, സെന്റിന് ഒരു 10,000 രൂപ കിട്ടുമോ? അങ്ങനെ 10,000 രൂപ വെച്ചാണെങ്കിൽ തന്നെ 70,000 രൂപയുടെ മുതലാണ് അദ്ദേഹം അവർക്ക് കൊടുത്തത്. 70,000 രൂപ ഒരു നിസ്സാര എമൗണ്ട് ആണോ? നിങ്ങളുടെ കയ്യിൽ ഒരു 70,000 രൂപ കിട്ടിയാൽ നിങ്ങളത് മറ്റൊരാളിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിക്കുമോ? 70,000 രൂപ പോയിട്ട് ഒരു 1,000 രൂപ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോഴാണ് ഒരു മനുഷ്യൻ 7 സെന്റ് സ്ഥലം ദാനമായിട്ട് മറ്റൊരാൾക്ക് നൽകുന്നത്. അത് ആ കുടുംബത്തിന്റെ ദൈന്യത കണ്ടിട്ടാണ്, വേദന കണ്ടിട്ടാണ്. വളരെ സങ്കടകരമായ അവസ്ഥയിൽ കൂടി വാടക കൊടുക്കുവാൻ പോലും നിവൃത്തിയില്ലാതെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരന്റെ കുടുംബം, ആ മനുഷ്യൻ മരണപ്പെട്ടതോടുകൂടി നിരവധി ചോദ്യങ്ങളുടെ മുൻപിൽ അവർ നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് അവരെ സഹായിക്കുവാൻ വേണ്ടി ആ മനുഷ്യൻ തയ്യാറായത്. അങ്ങനെ ഒരു സഹായം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ടതിൻ്റെ പിൻപിൽ കണ്ടമാനം ഭൂസ്വത്തുക്കളുള്ള ഒരു വലിയ ധനാഢ്യനായ മനുഷ്യനായതുകൊണ്ടൊന്നുമല്ല. ഏക്കർ കണക്കിന് ഭൂമിയും കോടിക്കണക്കിന് സ്വത്തുമൊക്കെയുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടല്ലോ. അവരൊന്നും ഇങ്ങനെ ദാനമൊന്നും കൊടുത്ത് കളിക്കുന്നത് നമ്മൾ കാണാറില്ല.
കയ്യിലുള്ള സ്വത്ത് എങ്ങനെ വർദ്ധിപ്പിച്ച് അത് വലിയൊരു സംഭവമാക്കി മാറ്റാം എന്നുള്ള ചിന്തയിൽ കോഴി മുട്ടയുടെ പുറത്ത് അടയിരുന്നത് വിരിയിപ്പിക്കുന്നത് പോലെ 1 2 ആക്കി 2 4 ആക്കി 10 100 ആക്കി പോകുന്ന വലിയ വലിയ ആൾക്കാരെയൊക്കെയാണ് കാണുന്നത്. അങ്ങനെയുള്ളയിടത്താണ് ഒരു മനുഷ്യൻ അയാളുടെ സ്വത്തിൽ നിന്നും 7 സെന്റ് സ്ഥലം ഇവർക്ക് കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? അതെ, ഞാൻ നിസ്സംശയം പറയാം, അത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. കണ്ടമാനം പുരോഹിതന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരിൽ പല ആൾക്കാരും ധനാഢ്യരുമാണ്. അവരൊന്നും ചെയ്യാത്ത കാര്യമാണ് ഫാദർ നോബിൾ ഫിലിപ്പ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ രേണുസുതിക്കും കുടുംബത്തിനും മാത്രമല്ല അദ്ദേഹം സഹായങ്ങൾ ചെയ്തിട്ടുള്ളത്, മറ്റു പല ആൾക്കാർക്കും ഇതുപോലെ നന്മകൾ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ചില ക്ഷേത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ പല ആൾക്കാരും അദ്ദേഹത്തെ നന്മയോടുകൂടിയാണ് സ്മരിക്കുന്നത്. ഇതെല്ലാം ഒരു ക്രൈസ്തവ മൂല്യത്തിന്റെ ഭാഗമാണ്, സ്നേഹത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇത്രയും സ്ഥലം അവർക്ക് നൽകി എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും നന്ദിയോടെ സ്മരിക്കേണ്ട ഘടകം തന്നെയാണ്. പക്ഷേ അതല്ല ഇവിടെ ലഭിച്ചത്. ഞാൻ മുകളിൽ പരാമർശിച്ച എൻ്റെ സുഹൃത്ത് ഒരു വിലയും കിട്ടാത്തൊരു പട്ടിക്കാടാണത്, വെള്ളവുമില്ല, വഴിയുമില്ല, ഒരു വല്ലാത്ത ഏടാകൂടമാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ടായി. അങ്ങനെയാണെങ്കിൽ അത് നേരിട്ട് കണ്ടൊന്ന് ബോധ്യപ്പെടണം എന്ന താല്പര്യത്തോടെ കഴിഞ്ഞ ദിവസം ഞാൻ ആ സ്ഥലത്തേക്കൊന്ന് പോയി. അവിടെ എത്തി ആ വീടും ആ സ്ഥലവും ചുറ്റുപാടുകളും ഒക്കെ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ അമ്പരന്നു പോയി. എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ആ സുഹൃത്തിനെ പോലും അവർ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് പട്ടിക്കാടാണ് എന്നുള്ളത്. ഞാൻ കണ്ട കാഴ്ച അത് ഞാൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ കൂട്ടത്തിലൊന്ന് വെക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി ഏകദേശം മനസ്സിലാകാൻ സാധ്യതയുണ്ട്. തിരുവല്ലയിൽ നിന്നും ബസ് സർവീസ് അത് കോട്ടയം കുമളി റോഡിലേക്കാണ് വന്ന് കയറുന്നത്. അത്തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട വഴിയുടെ സൈഡിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. 24 മണിക്കൂറും നിരന്തരം വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാത. യാതൊരു കാര്യങ്ങൾക്കും അലയുകയും ബുദ്ധിമുട്ടുകയും ചെയ്യാതെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഏത് സ്ഥലത്തും എവിടെയും പെട്ടെന്ന് ചെന്നെത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ അവിടെ ലഭ്യമാണ്. ആ പ്രധാന പാതയോരത്തിന്റെ അരികിലായിട്ടാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പിന്റെ പേരിൽ ഏകദേശം 200 സെന്റോളം സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ആ ഭൂമിയുടെ നടുവിൽ കൂടി അതിൻ്റെ അങ്ങേയറ്റം വരെ എത്തുവാൻ ബിഷപ്പ് റോഡ് വെട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ടാർ ചെയ്തിട്ടിരിക്കുകയാണ്. മാത്രവുമല്ല ആ വസ്തുവിൻ്റെ ഒരു ഭാഗത്തായിട്ട് ബിഷപ്പിൻ്റെ ഒരു ചെറിയ താമസ സ്ഥലമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് രേണുസുതിക്കും മക്കൾക്കും കൂടി 7 സെന്റ് സ്ഥലം നൽകിയത്. എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഒരു 15 മീറ്റർ ദൂരം കാണും. അത്ര മാത്രമേ ഉള്ളൂ ബിഷപ്പ് താമസിക്കുന്ന സ്ഥലവും ഇവരുടെ വീടും തമ്മിലുള്ള ദൂരം. ബിഷപ്പ് താമസിക്കുന്നതിനോട് തൊട്ട് മുൻപിൽ തന്നെ ബിഷപ്പിന്റെ സഹോദരിക്ക് കൊടുത്തിരിക്കുന്ന ഓഹരിയിൽ ഒരു വീടിന്റെ പണി അവർ ആരംഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതും കാണുവാൻ കഴിയും. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ജനത്തിന്റെ മുൻപിൽ പട്ടിക്കാടാണ്, വാസയോഗ്യമല്ലാത്ത ഇടമാണ്, ആർക്കും വേണ്ടാതെ തിരിഞ്ഞു മാറ്റിയിട്ടിരിക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സംഗതി അത് യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഇത്രയും സ്വത്തുണ്ടായിരുന്ന ഈ ആൾക്കാർ ഈ പട്ടിക്കാട് കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് കളഞ്ഞിട്ട് ഏതെങ്കിലും നല്ല സ്ഥലത്ത്, വിലയുള്ള സ്ഥലത്തേക്ക് മാറി അവിടെ ഒരു വീടുമൊക്കെ വെച്ച് താമസിക്കുവാൻ തയ്യാറാകില്ലായിരുന്നു? വളരെ മനോഹരമായ ഭൂമി, നല്ല ഒന്നാന്തരം തെളിനീർ, കണ്ണുനീർ പോലെയുള്ള വെള്ളം, എല്ലാം കൊണ്ടും വാസയോഗ്യമായ അനുയോജ്യമായ ഒരു ഭൂമി. അതുകൊണ്ട് തന്നെയല്ലേ ബിഷപ്പിന്റെ സഹോദരിയും അവിടെ വന്ന് വീട് വെക്കുവാൻ വേണ്ടിയുള്ള പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഞാനിതൊക്കെ സംസാരിക്കുമ്പോൾ രേണുസുതിയോടുള്ള വിരോധം നിമിത്തം ബിഷപ്പിനെ താങ്ങി സംസാരിക്കുകയാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ട സ്ഥലത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ ശേഖരിക്കുകയും അത് നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചേ, ഈ സ്ഥലത്തിന് എത്ര രൂപ ലഭിക്കാൻ സാധ്യതയുണ്ട്? ഇത് പ്ലോട്ടുകളായിട്ട് അളന്ന് തിരിച്ച് കല്ലിട്ട് നിർത്തിയിരിക്കുകയാണ്. ഓരോരോ പ്ലോട്ടുകളും അദ്ദേഹം എന്നെ കൊണ്ടുപോയി കാണിച്ചു. ഒടുവിൽ ഞാൻ അദ്ദേഹത്തോട് 1 സെന്റ് സ്ഥലം എത്ര രൂപയ്ക്ക് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ രേണുസുതിയും കുടുംബവും താമസിക്കുന്നതിന്റെ ചുറ്റുവട്ടങ്ങളിലായിട്ടുള്ള സ്ഥലം അതിന് 1 സെന്റിന് 3 ലക്ഷം രൂപയാണ്. എന്നാൽ വഴിയരികിലേക്ക് വരുന്ന ആ ഭാഗം അവിടെ 1 സെന്റിന് 4-4.5 ലക്ഷവുമൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ മാത്രം കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ഇത്രയുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊരു ചിന്തയൊക്കെ ഒരുപക്ഷെ മനസ്സിലുണ്ടാവാം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഞാൻ തിരികെ പബ്ലിക് റോഡിലേക്ക് എത്തിയിട്ട് ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കിയപ്പോൾ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സ്ഥലങ്ങളും വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബോർഡുകൾ കണ്ടിട്ടുണ്ട്. ആ ബോർഡിൽ അവരുടെ നമ്പറുകൾ കിടപ്പുണ്ടായിരുന്നു. അതിൽ കണ്ട നമ്പറിലേക്ക് ഞാനൊന്ന് കോൾ ചെയ്തു. തുടർന്ന് ആ വസ്തുക്കളുടെ വില വിവരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിന് സെന്റിന് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷത്തിൽ കുറയില്ല. എന്നാൽ അതിൻ്റെ പിൻപിലേക്കുള്ള സ്ഥലങ്ങൾക്ക് ഇടയിൽ കൂടി വഴി അവർ തരും. അവിടെ 3 ലക്ഷവും 3.5 ലക്ഷവും ഒക്കെയാണ് ചോദിക്കുന്നത്. വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നെഗോഷ്യബിൾ ആണ് എന്ന രീതിയിൽ പറഞ്ഞു വെച്ചു. ഞാൻ ഇത്രയും പറയുവാൻ കാരണം ഇതിൽ കൂടി തന്നെ ആർക്കും മനസ്സിലാകും ഇത് മാനും മനുഷ്യനും കയറി ചെല്ലാത്ത, ആർക്കും വേണ്ടാത്ത ഓണം കേറാമൂലയും പട്ടിക്കാടും ഒന്നും അല്ല.
എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വളരെ മൂല്യമുള്ള സ്ഥലമാണത്. ആ സ്ഥലത്താണ് 7 സെന്റ് ഇവർക്ക് വേണ്ടി ഇവരുടെ പേരിൽ ബിഷപ്പ് എഴുതി കൊടുത്തത്. അദ്ദേഹം പറയുന്ന കണക്ക് വെച്ചിട്ട് ഏകദേശം 21 ലക്ഷം രൂപയ്ക്കടുത്തുള്ള മൂല്യമാണ് അവരുടെ കയ്യിലുള്ളത്. അതങ്ങ് തിരിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഇറങ്ങി രേണു അങ്ങ് പൊക്കോ എന്നുള്ള കമന്റ് എഴുതുന്ന ആൾക്കാർക്ക് അങ്ങനെ പറയാൻ എളുപ്പമാണെന്ന് രേണുവിന് നന്നായിട്ട് അറിയാം. ബോധമില്ലാത്തവർ അങ്ങനെ പലയിടത്തിരുന്നു കൊണ്ടും പലതും എഴുതും. അത് കേട്ടുകൊണ്ട് അങ്ങനെ ഇറങ്ങിപ്പോകാനും എറിഞ്ഞു കൊടുക്കാനും പറ്റുന്നതല്ല ആ സ്ഥലം. അതുകൊണ്ട് എന്തെല്ലാം പ്രകോപനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാലും രേണു സുധി അവിടുന്ന് ഇറങ്ങില്ല. ഇപ്പോൾ ഈ വക്കീൽ നോട്ടീസ് കയ്യിൽ വെച്ചിട്ട് അത് പൊട്ടിച്ചു നോക്കിയിട്ട് പോലുമില്ല. വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് രേണു സുധി സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ കൂടുതലൊന്നും കളിക്കാൻ ഇങ്ങോട്ട് വരണ്ട, കൂടുതൽ വരട്ടുകയും വേണ്ട, നന്നായിട്ട് എനിക്കും കളിക്കാൻ അറിയാം എന്നുള്ള ഭാവത്തിൽ തന്നെയാണ്. രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് റീച്ചാണ്. സോഷ്യൽ മീഡിയ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന, സോഷ്യൽ മീഡിയ ഇല്ലാതെയായാൽ തുടർന്നുള്ള ഭാവി തന്നെ ഇരുളിലാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈം ലൈറ്റിൽ നിൽക്കാൻ ഇതൊക്കെ അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അതിലെ ശരിയും തെറ്റും രേണു സുധിക്ക് തൽക്കാലം ചിന്തിക്കാൻ സമയമില്ല. കാറ്റുള്ളപ്പോൾ മാത്രമേ തൂറ്റാൻ കഴിയൂ എന്ന് പഴമക്കാർ പറയുന്നത് പോലെ ഇതൊരു അനുകൂല തരംഗമാണ്. ഇതിനെ മാക്സിമം മുതലാക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇതിന്റെ ധാർമ്മികതയും ശരിതെറ്റുകളും അതൊന്നും ഇപ്പോൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ദാസേട്ടൻ കോഴിക്കോട് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിക്കൊപ്പം ഒരു ഗാന ചിത്രീകരണത്തിൽ ഇറങ്ങിത്തിരിച്ച് അവിടെ വെച്ച് ഒരു നെഗറ്റീവ് ഇമേജ് രേണു സുധി ഉണ്ടാക്കിയെടുത്തു. അന്ന് ആ വീഡിയോ ക്ലിപ്പുകൾ കണ്ടവർ മുഴുവനും രേണുവിനെ തെറി പറയുകയായിരുന്നു. ആ സമയത്ത് രേണുവിന് അനുകൂലമായി നിലപാടെടുത്തൊരു ചാനലായിരുന്നു ഇത്. നിർഭാഗ്യവശാൽ രേണു സുധിയുടെ തുടർന്നുള്ള ഓരോ സംസാരങ്ങളും നടപടിക്രമങ്ങളും കണ്ടപ്പോൾ മനസ്സിലായി ഇത് ബോധപൂർവം ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ്. സോഷ്യൽ മീഡിയയിൽ തരംഗമുണ്ടാക്കുവാനും വാർത്താ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായി നിൽക്കുവാനും വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത്, അല്ലാതെ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയകളല്ല. അതുകൊണ്ട് തന്നെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ തട്ടിവിടുക, അതിലെ ശരിയും ശരികേടുകളും തൽക്കാലം ചിന്തിച്ച് നിന്നു കഴിഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് സ്പോട്ട് ലൈറ്റിൽ നിന്നും അപ്രത്യക്ഷമാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതാണ് കൃത്യസമയം. അപ്പോൾ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കണ്ട കോലാഹലങ്ങളെല്ലാം നടന്നുകൊണ്ടേയിരുന്നത്. ഇത് ഓരോ യൂട്യൂബ് ചാനലുകൾ ഏറ്റുപിടിക്കുവാൻ തുടങ്ങി. അപ്പോൾ പബ്ലിസിറ്റി 10 മടങ്ങ് വർദ്ധിച്ചു. അമ്മയെ തല്ലിയാലും 2 പക്ഷമുള്ള നാട്ടിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുവാനും ഒരു കൂട്ടം ആൾക്കാർ വന്നു. അങ്ങനെ വന്ന വ്യക്തികൾ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളൊരു സ്ഥലം രേണു സുധിക്ക് ദാനമായി നൽകിയ ബിഷപ്പിനെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അതിശക്തമായി സൈബർ ബുള്ളിങ് നടത്തി വലിച്ചു കീറി ഒട്ടിച്ചു. ആ സ്ഥലം അദ്ദേഹം രേണു സുധിക്കും കുടുംബത്തിനും കൊടുത്തതിന്റെ പിൻപിൽ ഗൂഢമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലും അവർ പറഞ്ഞു പരത്തി. അതിന് ചുക്കാൻ പിടിച്ചത് സജീന എന്ന് പറയുന്ന ഒരു വ്ളോഗറായിരുന്നു. നമുക്കെല്ലാം അറിയാം ആളിനെ. ബിഷപ്പ് കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഈ വ്ളോഗറെ കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട്. അവർ പറഞ്ഞ വാക്കുകൾ പോലും ഈ കേസ് റെക്കോർഡിൽ എഴുതി ചേർത്തിരിക്കുന്നത് കാണുവാൻ കഴിയും. അതായത് ബിഷപ്പ് അത്ര വെടിപ്പായിട്ടുള്ള ആളല്ല. രേണു സുധിയെ അവിടെ കൊണ്ട് പാർപ്പിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. രേണുവും മക്കളും മാത്രമായിരിക്കും ആ വീട്ടിൽ താമസിക്കുക എന്നായിരുന്നു ബിഷപ്പ് ചിന്തിച്ചത്. എന്നാൽ അച്ഛനും അമ്മയും എല്ലാം അതിനകത്തേക്ക് വന്നപ്പോൾ ബിഷപ്പിന്റെ സ്വപ്നങ്ങൾ തകർന്നുപോയി. അതാണ് ബിഷപ്പ് പ്രശ്നമുണ്ടാക്കാനുള്ള കാരണം. ഇത്തരത്തിലുള്ള അപകീർത്തിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഇവർ പറഞ്ഞു പ്രചരിപ്പിച്ചു. മാത്രവുമല്ല ബിഷപ്പ് അത്ര വെടിപ്പുള്ളയാളല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുത്തുപോക്കുണ്ട് എന്നിവർ പറഞ്ഞു. എന്താണ് ഈ വരുത്തുപോക്കെന്നൊക്കെ വെച്ചാൽ, അതെ, രാത്രിയിൽ അവിടെ പല അവിഹിതങ്ങളും നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണമല്ലേ നടന്നത്? അതെ, അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതേ മനോഭാവത്തോടു കൂടി തന്നെയാണ് രേണു സുധിയുടെ മക്കൾക്ക് വസ്തു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അവരെ സമീപിച്ചത് എന്ന രീതിയിൽ വളരെ മ്ലേച്ഛമായി, വളരെ മോശമായിട്ട് ആ മാന്യനായ മനുഷ്യനെ സമൂഹത്തിന്റെ മുമ്പിൽ ഇകഴ്ത്തിക്കാട്ടി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ബിഷപ്പ് ചിന്തിക്കുന്നുണ്ടാവും വഴിയെ പോയ വയ്യാവേലി പൊക്കിയെടുത്ത് വേണ്ടാത്തടത്ത് വെച്ചു എന്ന്. പക്ഷെ ബിഷപ്പ് നോബൽ ഫിലിപ്പിനെ കുറിച്ച് സംശയമുള്ള ആൾക്കാർ ആ പ്രദേശവാസികളുമായിട്ടൊന്ന് സംസാരിക്കണം. അവരെന്ത് അഭിപ്രായമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് കേൾക്കണം. തുടർന്ന് നിങ്ങൾ രേണു സുധിയെക്കുറിച്ചും അന്വേഷിക്കണം. അല്ല, രേണു സുധിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഇനി എന്ത് അന്വേഷിച്ചറിയാനാണ്? ഞാലിയാകുഴിയിലെ ബിനുവിന്റെ കഥ മുതൽ രണ്ടാമത് വിവാഹം കഴിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന സുധിയെ 2ാം വിവാഹത്തിൽ നിന്നും ചൂണ്ടയിട്ട് പിടിച്ച് പുറത്തു കൊണ്ടുവന്ന അയാളുടെ 3ാം ഭാര്യയായി മാറിയ കഥ തെളിവുൾപ്പെടെ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചു. നമ്മളെല്ലാം അറിഞ്ഞതും കേട്ടതുമാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ആൾക്കാർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നിർഭാഗ്യകരമായ സാഹചര്യം ഇത് 100% ഇവർക്ക് ഒഴിവാക്കാമായിരുന്നു. ദാനമായി ലഭിച്ച ആ സ്ഥലത്ത് അവർ സമാധാനത്തോടെ ജീവിച്ച് മുൻപോട്ട് പോകത്തക്കവണ്ണം മനോഹരമായൊരു വീടും അതിന് ചുറ്റുമതിലും പലരും ചേർന്ന് അവർക്ക് നിർമ്മിച്ചു കൊടുത്തു. എന്നാൽ ആ സത്കർമ്മത്തിൽ ആരെല്ലാം പങ്കാളികളായി ചേർന്നിട്ടുണ്ടോ അവർക്കെല്ലാം രേണു സുധിയുടെ വായിൽ നിന്നും നല്ല ഒന്നാന്തരം പൂരപ്പാട്ട് തന്നെ കിട്ടി. അതെ, KHDEC ഫിറോസിനും മതിൽ കെട്ടിക്കൊടുത്ത മറുനാടൻ മലയാളി ഷാജൻ സ്കറിയായിക്കും സ്ഥലം കൊടുത്ത ബിഷപ്പിനും പിന്നെ നിങ്ങൾ ഈ കാണിക്കുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ച മുഴുവൻ ആൾക്കാർക്കും രേണു സുധിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടി. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ പറയുന്നത് അഭിമാനമുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും ആരുടെയും ദാനം വാങ്ങിക്കാൻ പോകരുത് എന്നാണ്.
കാരണം ദാനം ലഭിക്കുന്നയാളുടെ, ഇത് വാങ്ങുന്നയാളുടെ അഭിമാനമാണ് അതോടുകൂടി നഷ്ടപ്പെട്ടു പോവുക എന്ന്. അതുകൊണ്ട് അത് കളഞ്ഞിട്ട് ഇറങ്ങി പൊക്കോളാനാണ് ആൾക്കാർ പറയുന്നത്. ഭൂമി മലയാളത്തിൽ ആദ്യമായി ദാനം കൈപ്പറ്റുന്നത് രേണുസുതി മാത്രമൊന്നുമല്ല, 100 കണക്കിന് ആൾക്കാരെ നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് കാണാം. അവരും രേണുവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നന്ദിയും നന്ദികേടും മാത്രമാണ്. ഇതുപോലെ നന്മ ലഭിച്ചിട്ടുള്ള ആൾക്കാർ അത് കൊടുത്ത സുമനസ്സുകളെ ഒരിക്കലും തെറി പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങുന്നതും ഉടുമുണ്ട് പൊക്കി കാണിക്കുന്നതും നമ്മളാരും കണ്ടിട്ടില്ല. ഒരുപക്ഷെ നമുക്കറിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് സമാധാനമായി പറഞ്ഞ് അവർ പരിഹരിച്ചു തീർത്തിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ല. അവർക്ക് ലഭിച്ച ആ വീടിനെ കുറിച്ച് 100 കണക്കിന് കുറ്റങ്ങളുമായിട്ടാണ് അവർ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞ് ഏത് നിമിഷവും വീഴുവാൻ സാധ്യതയുള്ള ഒരു വീടാണ് എന്ന പ്രതീതി അവർ സമൂഹത്തിന്റെ മുമ്പിൽ സൃഷ്ടിച്ചു. നിങ്ങൾ പോയെന്ന് നോക്കണം ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണോ എന്ന്. നിങ്ങളുടെ കാഴ്ചയിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. എന്നിട്ട് ആ വീട് എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മുൻപ് വാർത്തകൾ വന്നതാണ്. ആ വീട് ആകെപ്പാടെ അലങ്കോലമാക്കിയിട്ടിരിക്കുന്നത്. ഇപ്പോഴും സ്ഥിതിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ആ വീടിന്റെ അകത്ത് കയറിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന്റെ ചുറ്റുപാടുകളൊക്കെ കണ്ടാൽ വളരെ ഡിസോർഡറായി ചപ്പുചവറുകളൊക്കെ വാരി അവിടെയും ഇവിടെയും ഒക്കെ എറിഞ്ഞിട്ടിരിക്കുന്ന നിലവാരത്തിലാണ് ഇപ്പോഴും അത് കിടക്കുന്നത്. ഇവിടെ ഒറ്റ വാക്കു മാത്രം പറഞ്ഞ് ആ വിഷയം അങ്ങ് വിടുകയാണ്. പാത്രം അറിഞ്ഞു വേണമായിരുന്നു ഭിക്ഷ കൊടുക്കുവാൻ. അങ്ങനെ സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. ഇനിയിപ്പോൾ അനുഭവിക്കുക. ഇനി പറയുവാനുള്ളത് അതിപ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ്. ഇന്ന് രേണുസുതി പുറത്തുവിട്ട മറ്റൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വീട് പണിത് കൊടുത്തു എന്ന് പറയുന്ന KHDC ഫിറോസിനെ കടന്നാക്രമിക്കുന്നുണ്ട്. അയാൾ ഇവരെ സോഷ്യൽ മീഡിയ വഴി നാറി, ചെറ്റ എന്നൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞുള്ള സംസാരമാണ്. അതൊന്ന് കേട്ടു നോക്കിയേ. അതെ, KHDC ഫിറോസിക്ക, ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ, എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ. നാണമുണ്ടോ തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റ ആയത്? ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക മറന്നാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി എന്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്. നാണം ഉണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എന്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല. ഇക്കായും മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ. ഈ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോഴേക്കും സത്യത്തിൽ ഞാൻ അമ്പരന്ന് പോയി. രേണുസുതി ഫിറോസിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോഴല്ലേ ഞാൻ തനിക്ക് നാറിയും ചെറ്റയും ഒക്കെ ആയി മാറിയത്. താനൊന്നും മറക്കരുത്. അതൊരുമാതിരി മുനവച്ചുള്ള സംസാരമാണല്ലോ രേണു. അതായത് തനിക്ക് മുൻപ് എന്നോട് ഇങ്ങനെ ആയിരുന്നില്ല, ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു, സൗഹൃദമായിരുന്നു. നമ്മൾ പരസ്പരം ധാരാളം മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. എന്നാൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് ഞാൻ ചെറ്റയും നാറിയുമായി എന്നൊരു ധ്വനിയല്ലേ ഇതിനകത്ത് വരുന്നത്? ഫിറോസ് തുറന്നു പറയണം. രേണുസുതി ഫിറോസിനാണോ വീട് വെച്ച് തന്നത്, അതോ ഫിറോസ് രേണുസുതിക്ക് വീട് വെച്ച് കൊടുക്കുകയായിരുന്നോ? സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാര്യം കാണുന്നത് വരെയോളം കയ്യും കാലും പിടിച്ച് സൗഹൃദം നടിച്ച് സ്നേഹത്തോടു കൂടി നടന്നിട്ട് അവസാനം എല്ലാം നേടിയെടുത്തു കഴിഞ്ഞപ്പോൾ ചെറ്റയായി, നാറിയായി. ഇത്രമാത്രം ഫിറോസിനെതിരെ ഇവർ തുറന്നടിക്കത്തക്കവണ്ണമുള്ള എന്ത് സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രേക്ഷകർക്ക് അറിയുവാൻ താല്പര്യമുണ്ട്. വീട് വെച്ച് കൊടുത്തു എന്നുള്ളതിന്റെ മറവിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഫിറോസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഫിറോസ് വ്യക്തമാക്കണം, ഇല്ലെങ്കിൽ രേണുസുതി വ്യക്തമാക്കണം. ഇപ്പോഴല്ലേ നിങ്ങൾക്ക് ഞാൻ കൊള്ളരുതാത്ത വ്യക്തിയായത്? അങ്ങനെയാണെങ്കിൽ മുൻപ് ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. എന്ത് തരത്തിലുള്ള ബന്ധമായിരുന്നു നിങ്ങൾ തമ്മിലുണ്ടായിരുന്നത്? നിങ്ങൾ ഇത്രയും കാലം സമൂഹത്തോട് പറഞ്ഞിരുന്നത് കയറിക്കിടക്കുവാൻ കിടപ്പാടമില്ലാതിരുന്ന ഒരു സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്കും നിങ്ങൾ സഹതാപം തോന്നി പണം സമാഹരിച്ചു, വീട് വെച്ച് കൊടുത്തു എന്നാണ്. പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അങ്ങനെയല്ല. അവർ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഫിറോസിക്ക, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിൽ മെസ്സേജ് അയക്കുന്നവരായിരുന്നില്ലേ? അപ്പോൾ ഫിറോസ് എന്തൊക്കെയോ മറന്നിട്ടുണ്ട് ഇവിടെ. രേണുസുതി ഫിറോസിന് വളരെ പ്രിയപ്പെട്ടവളായിരുന്നു. നല്ല സൗഹൃദം നിലനിന്നിരുന്നു. അതിൽ എന്തൊക്കെയോ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത് എന്നവർ പറയുന്നില്ല. പക്ഷേ രേണു ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവളായിരുന്നു, ഇപ്പോൾ ഞാൻ ചെറ്റയും നാറിയുമായി. രേണുസുതിയുടെ ഈ വാക്കുകളെ സമൂഹം എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? ഫിറോസാണ് ഇതിന് മറുപടി പറയേണ്ടത്. രേണുവിൽ നിന്നും നിങ്ങൾ പല നന്മകളും അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ മറന്നു. കാര്യം സാധിക്കുവാൻ വേണ്ടി നിങ്ങൾ സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ നിങ്ങൾ അവരെ ശത്രുവാക്കി മാറ്റിയിരിക്കുകയാണ്. പഴയതൊന്നും മറക്കരുത് എന്നുള്ള സന്ദേശം രേണുസുതി തുറന്നടിക്കുമ്പോൾ അതിന്റെ പിൻപിൽ ഒരു ഭീഷണി കൂടിയുണ്ട്. ബിഷപ്പ് നോബിൾ ഫിലിപ്പ് രേണുസുതിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് കേട്ടപ്പോൾ ഫിറോസിന് ഇത്രയും നാളുണ്ടായിരുന്ന നിലപാട് പെട്ടെന്ന് മാറി.
രേണുസുതിക്കൊപ്പം ഒരു നിലപാടെടുത്തുകൊണ്ട് നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. സ്ഥലം തിരികെ വാങ്ങുന്നതിനോട് യോജിപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുണ്യാളനായി. എന്നാൽ നിങ്ങൾക്കെതിരെ ചില കാര്യങ്ങൾ രേണുസുതി ഇവിടെ ഇപ്പോൾ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ഒരു പുതിയ ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ മുൻപേ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അവർ ചെറ്റയായി നാറിയായി. പക്ഷേ സമൂഹത്തിന് അറിയേണ്ടത് ഇതിന് മുൻപ് എന്തായിരുന്നു എന്നുള്ളതാണ്. ഫിറോസ് അതിന് മറുപടി പറയണം. രേണുസുതി നിങ്ങൾക്ക് ആരായിരുന്നു, എന്തായിരുന്നു? ബിഷപ്പ് നോബൽ ഫിലിപ്പിനെ കുറിച്ചും രേണുസുതി ഇതുപോലെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സമൂഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവണം, എന്നാൽ താൻ ഒന്നും വിട്ടു പറയുന്നില്ല, പറയാതെ ചിലതൊക്കെ പറഞ്ഞു വെക്കുകയാണ്. ബിഷപ്പിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഏതോ ഒരു വ്യക്തിയുടെ ഫോണിൽ രേണുസുതി ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിൽ കൂടി തനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്. ചില റെക്കോർഡുകൾ, ബിഷപ്പിന്റെ ചില റെക്കോർഡുകൾ തന്റെ കയ്യിലുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ദിവസം രേണുസുതി പുറത്തുവിട്ടിരുന്നു. കുറെ നാളുകൾ കൊണ്ട് എന്തോ റെക്കോർഡുണ്ടെന്ന് സജീനയും രേണുവും വന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് പുറത്തു വിടില്ല കേട്ടോ, പുറത്തുവിടാൻ പാടില്ല. അത്രമാത്രം ഗുരുതരമായ പ്രശ്നമായിട്ടാണ് ഇവർ സമൂഹത്തിന്റെ മുൻപിൽ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നത്. ഇത്തരമൊരു വോയിസ് ക്ലിപ്പിനെ കുറിച്ചുള്ള സൂചന നൽകിയിട്ടാണ് ബിഷപ്പ് അത്ര വെടിപ്പല്ല, അവിടെ വരുത്തുപോക്കുണ്ട്, ബിഷപ്പ് രേണുസുതിക്ക് സ്ഥലവും വീടും കൊടുക്കുവാൻ വേണ്ടി തയ്യാറായതിന്റെ പിൻപിൽ വേറെ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സമൂഹം അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം? ഇപ്പോൾ ഫിറോസിനോടും താൻ പറയുന്നു, കഴിഞ്ഞതൊന്നും നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഇപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഞാൻ ചെറ്റയും നാറിയും ഒക്കെ ആയിരുന്നത്, പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന്. പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി രണ്ടിലാരെങ്കിലും ഒരാൾ പറയണം. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. സമൂഹത്തിൽ അഭിമാനത്തോടെ ജീവിക്കുന്ന വ്യക്തികളെ മാക്സിമം സ്വന്തം ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഒടുവിൽ അവരെ വ്യക്തിഹത്യ ചെയ്യുക. അവർ മോശക്കാരാണ്, അവർ അക്രമികളാണ്, അവർ വ്യഭിചാരികളാണ്, അവർ 100 കൂട്ടം പ്രശ്നങ്ങളുള്ള പക്ക ഫ്രോഡുകളാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ ധാരാളം ആൾക്കാരും ഇവിടെയുണ്ട്. പക്ഷേ രേണുസുതിയും സജീനയും ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. സോഷ്യൽ മീഡിയയുടെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് 4 കമന്റും 10 ലൈക്കും കിട്ടുമ്പോൾ പൊട്ടിമുളച്ചു വരുന്ന ഈ ആവേശമുണ്ടല്ലോ, അത് റിയൽ ലൈഫിൽ ഉണ്ടാവില്ല. തീക്കൊള്ളി കൊണ്ടാണ് നിങ്ങളിപ്പോൾ തല ചൊറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് അന്ധമായി സപ്പോർട്ട് ചെയ്യുവാൻ പോയി ഒടുവിൽ അകത്ത് കിടന്ന രാഹുൽ ഈശ്വറിന്റെ സ്ഥിതി സജീന ഇരന്നു വാങ്ങരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം എല്ലാ മനുഷ്യർക്കും അഭിമാനമുണ്ട്, എല്ലാവർക്കും ഒരു ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും. ദൈവസ്നേഹവും ക്ഷമയും കരുണയും മനസ്സലിയും ഒക്കെ സമൂഹത്തോട് പ്രസംഗിക്കുകയും അത് പ്രസംഗത്തിൽ മാത്രമല്ല പ്രവൃത്തിയിൽ കൂടി കാണിക്കേണ്ടതാണ് എന്നുള്ള ബോധത്തോടു കൂടി സമൂഹത്തിലെ ധാരാളം ആൾക്കാരെ സഹായിക്കുകയും കിടപ്പാടമില്ലാത്ത നിങ്ങൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് കിടപ്പാടം നൽകി സംരക്ഷിക്കുകയും ചെയ്യാൻ തയ്യാറായ ഒരു മനുഷ്യനെ സമൂഹ മാധ്യമത്തിൽ കൂടി വലിച്ചു കീറി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ സൈബർ ബുള്ളിങ്ങിന് അയാളെ വിട്ടുകൊടുത്തപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി, നിങ്ങൾക്ക് റീച്ച് കിട്ടി, നിങ്ങൾ വാർത്താ പ്രാധാന്യമുള്ളൊരു വ്യക്തിയായി മാറി. അതിലൂടെ ബിഗ് ബോസിലേക്കുള്ള വഴി തുറന്നു, വിദേശ രാജ്യങ്ങളിലേക്കുള്ള വാതിൽ തുറന്നു, സ്വയം സെലിബ്രിറ്റി എന്ന് പ്രഖ്യാപിക്കത്തക്കവണ്ണമുള്ള അവസ്ഥയിലേക്ക് വരെ എത്തി. പക്ഷെ മറുവശത്ത് നന്മ ചെയ്യാൻ പോയിട്ട് അവസാനം ആപ്പിലായ ഒരു കൂട്ടം ആൾക്കാർ നിൽപ്പുണ്ട്. എത്രയെല്ലാം സ്നേഹം അവർ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാലും അവരും പച്ച മനുഷ്യരാണ്. അവർക്കും സങ്കടങ്ങളുണ്ട്, അവർക്ക് നിരാശയുണ്ട്, അവർക്ക് വേദനിക്കുന്നൊരു ഹൃദയമുണ്ട്. ഒരു പരിധിക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയാൽ അവരും പ്രതികരിക്കും. അതെ, അവരും മനുഷ്യരാണ്. അവരിപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. അധികം വൈകാതെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരുന്നുവെന്ന്. എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത്. ഒപ്പം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും മറ്റൊരു അപ്ഡേഷനുമായി കാണാം. ബൈ ബൈ.